കുറേ കറികൾ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ സാമ്പാർ നമുക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എങ്ങനെയാണ്? ഞാൻ പരിപ്പ് കഴുകി വൃത്തിയാക്കി അത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കഷ്ണങ്ങളൊക്കെ തന്നെ കുക്കറിൽ വേവിച്ചെടുക്കും. ഇപ്പോൾ വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, അതുപോലെ തക്കാളി, ക്യാരറ്റ്, ഉള്ളി, വഴുതനങ്ങ, കോവയ്ക്ക, മുരിങ്ങക്കോലൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് അതും വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാനിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ചെറിയുള്ളി കറിവേപ്പിലയും ചേർക്കും. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് ഏകദേശം ഒരു ചെറിയ രീതിയിൽ ബ്രൗണിഷ് ആവുന്ന വരെ ഞാനൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ പൊടിയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കഷ്ണങ്ങളിലേക്കും ചേർത്ത് അതും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാമ്പാർ പൊടി ഇതിൽ ചേർക്കാം. ഞാൻ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില ഒക്കെ ചേർക്കാവുന്നതാണ്. മല്ലിയില എനിക്കിഷ്ടമാണ് സാമ്പാറിൽ, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സാമ്പാറിൻ്റെ റെസിപ്പി. പിന്നെ ചിലരൊക്കെ ഉരുളക്കിഴങ്ങ് അതുപോലെ മറ്റ് കഷ്ണങ്ങളുടെ കൂടെ വെണ്ടയ്ക്കയും തക്കാളിയും ചേർക്കില്ല, അത് പിന്നീട് വേവിച്ച് ചേർക്കും. അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്.